നമസ്കാരം. നളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സഹോദരിയോട് മോശമായി പെരുമാറിയതിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുഖം അടിച്ചു പൊളിക്കുമെന്ന് ക്ഷോഭിച്ചുള്ള മുഹമ്മദ് മൂസിൻ MLAയുടെ ഫോൺ സംഭാഷണം പുറത്ത്. ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിയുമായുള്ള ഫോൺ സന്ദേശമാണ് പുറത്തുവന്നത്. സഹോദരിയെ അപമാനിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് മുഹമ്മദ് മൂസിൻ MLA ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. വിവാഹ രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനാണ് MLAയുടെ സഹോദരി ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി ജഗദീഷിന് മുമ്പാകെ എത്തിയത്. കഴിഞ്ഞ ജനുവരിയിലായിരുന്നു സംഭവം. എന്നാൽ വിദ്യാഭ്യാസ യോഗ്യതയുടെ പേരിൽ സെക്രട്ടറി അപമാനിച്ചു എന്നാണ് പറയുന്നത്. വീട്ടിലെ സ്ത്രീകളോട് മാന്യമായി പെരുമാറാൻ അറിയില്ലെങ്കിൽ മുഖം അടിച്ചുപൊളിക്കുമെന്ന തരത്തിലുള്ള മറുപടിയാണ് MLA നൽകിയത്. പല മെമ്പർമാരോടും സെക്രട്ടറി മോശമായി സംസാരിക്കുന്നതെന്നും MLA ചൂണ്ടിക്കാണിച്ചിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് സെക്രട്ടറിക്കെതിരെ സ്ഥലമാറ്റം ഉൾപ്പെടെയുള്ള നടപടികളും സ്വീകരിച്ചിരുന്നു. ഇതിനുശേഷമാണ് സെക്രട്ടറി ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടത്. തനിക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എല്ലാ കാര്യം വീട്ടിലെ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറി? ഇല്ലല്ലോ. വളരെ മോശമായിട്ടാണല്ലോ താൻ പെരുമാറി. എന്റെ പെങ്ങളോട് കരഞ്ഞിട്ടാണല്ലോ. അല്ലല്ല, അത് അവര് ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് കിട്ടണം പറഞ്ഞപ്പോ എന്താ വെച്ചാൽ ലേറ്റ് മാരേജ് ആയതുകൊണ്ടും കല്യാണം കഴിയുമ്പോഴ് ഒരു കാര്യം ഞാൻ പറയുന്നത് കേൾക്കൂ. ഒരു കാര്യം പറയുന്ന ആദ്യം കേൾക്കൂ. ഞാൻ താങ്കളെ ഒരു റെക്കമെൻഡേഷന് വിളിച്ചിട്ടില്ല. ഇല്ല. അവര് നോർമലായിട്ട് കാര്യം നടക്കുകയാണെങ്കിൽ നടന്നോട്ടെ എന്ന് കരുതി. ഓക്കെ. പക്ഷെ താങ്കൾ അവര് വന്നപ്പോ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അവരുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞ് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. ഇല്ല. തനിക്ക് എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ട് എന്നോട് പ്രശ്നമുണ്ടെങ്കിൽ വീട്ടിലെ ഒരു മിനിറ്റ് കേൾക്കടോ. വീട്ടിലെ സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറാൻ അറിയില്ലെങ്കിലും അടിച്ചു മൊന്ത പൊളിക്കും. ആയിക്കോട്ടെ. നേരിട്ട് നിനക്ക് അറിയാം. അവിടെ നിയമസഭ ഞാൻ മോശമായിട്ട് സാറ് മാന്യമായിട്ട് സ്ത്രീകൾ ആ പെൺകുട്ടി അവിടെ വന്നിട്ടല്ലേ പോയത്? എന്നോട് അവൾ എന്നോട് പറഞ്ഞില്ല, അവിടെ വന്ന ആളുകളാ പറഞ്ഞത്. അല്ല, അവിടെ ഞാൻ മാത്രമല്ല ഉണ്ടായിരുന്നോട്, വേറെ കണ്ടു നിന്നവരും കേട്ടു നിന്നവരുണ്ട്. അത് തന്നെ. തന്റെ നാവ് ശരിക്ക് സംസാരിക്കാൻ ഇല്ലെങ്കിൽ അത് അകത്തേക്ക് വെച്ചേക്കണം. വീട്ടിൽ സംഭവ സ്ഥലത്തുണ്ടായിരുന്നവരുടെ പ്രതികരണത്തിലും സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നും വീഴ്ച സംഭവിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിൽ പ്രതികരിച്ച മുഹമ്മദ് മൂസിൻ MLA. വലിയ കുന്നിലെ ചടങ്ങിലായിരുന്നു MLAയുടെ വിശദീകരണം. വളരെ യാദൃച്ഛികമായിട്ടാണെങ്കിലും ഒരു വാർത്ത വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് വാർത്തയുടെ ഹെഡിങ് എങ്ങനെയാണ്? മറ്റൊന്നുമല്ല, എന്റെ പെങ്ങള് ഒരു സർക്കാർ ഓഫീസിൽ പോയപ്പോ പെങ്ങളോട് മോശമായിട്ട് പെരുമാറിയതിന് ഞാൻ ആ സെക്രട്ടറിയെ തെറി വിളിക്കുന്നു എന്നാണ്. 9 വർഷമായി ഞാനൊരു ജനപ്രതിനിധിയാണ്. ഞാൻ പരമാവധി ആരെയും തെറി വിളിക്കാതെ ഇരിക്കുന്ന ഒരാളാണ്. ആവശ്യത്തിന് ഇടപെടുകയും വളരെ മോശമായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം കണ്ടാൽ വളരെ കർശനമായി അത്തരം കാര്യങ്ങളിൽ ഇടപെടുകയും അല്ലാത്ത സമയത്തൊക്കെ തന്നെ ഏറ്റവും നന്നായി എല്ലാ ഉദ്യോഗസ്ഥരോടും മാന്യമായി സൗഹൃദം പങ്കിടുന്ന ഒരാളാണ്. പക്ഷേ ഈ സംഭവം ഞാൻ ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെ പറയാം. ഞാൻ മാധ്യമങ്ങളോടൊന്നും പറയാൻ പോയിട്ടില്ല. എന്റെ പെങ്ങള് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ രക്ഷിതാക്കളുടെ കൂട്ടത്തിലുള്ള ഈ പെങ്ങള് തന്നെയാണ്. പെങ്ങളുടെ കുട്ടി ഇവിടെ ഉണ്ട്. ആ കുട്ടിയെ നിങ്ങൾക്കറിയാം. ഈ സ്ഥാപനത്തിൽ ഇവിടെ വരുന്ന കുട്ടിയാണ്. എല്ലാ ദിവസവും ആ കുട്ടിക്ക് വരാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം. ആ കുട്ടി ജനിച്ച സമയത്ത് ഡോക്ടർമാര് പറഞ്ഞതാണ് അധികകാലം ആ കുട്ടി ചിലപ്പോൾ ജീവിച്ചിരിക്കില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ ഇത് പറയാനുള്ള കാരണം, അത് ആ കുട്ടി ഇന്ന് 12 വയസ്സായി. വലിയ രീതിയിലുള്ള പോരാളികളാണ് അമ്മമാര്. അത് പറയാൻ വേണ്ടിയാണ് ഞാനത് പറയുന്നത്. അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പോരാളികളാണ്. പകരം വെക്കാനില്ലാത്ത പോരാളികളാണ്. ആ കുട്ടിയെ ശുശ്രൂഷിച്ച് ഡയാലിസിസ് 1ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയതാണ്. ആ ഡയാലിസിസ് വളരെ കൃത്യമായി മുന്നോട്ട് പോയി. ആഴ്ചയിൽ 3 ദിവസം. അവളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ട ഏറ്റവും വലിയ പോരാളികളിൽ ഒന്നാണ് എന്റെ പെങ്ങള്. അതുപോലെയുള്ള ഒരുപാട് പോരാളികളാണ് ഇവിടെ ഇരിക്കുന്ന അമ്മമാര് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഞാനത് പറയുന്നത്. ആ കുട്ടി ഇപ്പോഴും നല്ല രീതിയിൽ പോവുകയാണ്. 12-11 വർഷമായി ആ കുട്ടിക്ക് ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ല സുന്ദരമായ ഒരു കുട്ടിയാണ്. നന്നായി സംസാരിക്കും, നന്നായി മറ്റു കാര്യങ്ങളും കളിക്കാനും എല്ലാവരെ പോലെ ചിരിക്കാനും ഒക്കെ ആഗ്രഹമുള്ളതാണ്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയുമായിട്ട് ഓങ്ങല്ലൂര് പഞ്ചായത്ത് ഓഫീസിൽ പോയി ആ കുട്ടിയെ ഒരു വാഹനത്തിൽ, ഈ കുട്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടും 1 മണിക്കൂർ നേരം അവിടെ ആ സെക്രട്ടറി ഇരുത്തി. ഞാൻ എന്റെ പെങ്ങൾക്കൊരാവശ്യം എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വിളിച്ച് നേരത്തെ ഒരു ആവശ്യവും അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല.
ഞാൻ വിളിച്ചു പറഞ്ഞിട്ടില്ല. അവർ നോർമലായിട്ട് പോയി അപേക്ഷ കൊടുക്കുന്നു. അവിടെ ഈ കുട്ടി ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും സെക്രട്ടറി രാത്രി ചട്ടിച്ചോറ് വേണോ വേറെന്ത് ചോറ് വേണോ എന്ന് വിളിച്ച് സംസാരിക്കുന്നു. അതിനുശേഷം കുട്ടിയുടെ കാര്യത്തിലും മൈൻഡ് ചെയ്യുന്നില്ല. ഇവരോട് ഇവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചും ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും മോശമായിട്ട് പറഞ്ഞു. സാക്ഷിയാണ്, ഈ പെങ്ങള് എന്നോട് പറഞ്ഞില്ല, പലരും പറഞ്ഞാണ് അറിയുന്നത്. ആ പഞ്ചായത്തിൽ നിന്നും പുറത്തുനിന്നും ഇത് കേട്ട ആളുകൾ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. എനിക്ക് സ്വാഭാവികമായിട്ടും ആ കുട്ടിയെ ഇത്രയും സമയം പുറത്തിരുത്തിയിട്ട് കാര്യങ്ങള് പറയുന്നതിന് പകരം വളരെ മോശമായിട്ട് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അവരുടെ മറ്റു ബാക്ക്ഗ്രൗണ്ടുകളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എന്റെ മനസ്സിൽ അതുണ്ടായി. ഞാൻ പ്രതികരിക്കാനുള്ള ഒരു കാരണം ഇത് മാത്രമല്ല, പെങ്ങള് മാത്രമല്ല, മറ്റു പല ആളുകളും ഇതുപോലെ കംപ്ലൈന്റ് നിരന്തരമായി പറയുകയും അതുമായി ബന്ധപ്പെട്ട് പരാതിയുമായിട്ട് പോയി കഴിഞ്ഞാൽ, പെങ്ങള് പരാതി കൊടുത്തു കഴിഞ്ഞാൽ നടപടി എടുക്കും. അപ്പോഴും മാധ്യമങ്ങളിൽ വരെ MLA-യുടെ പെങ്ങള് എന്ന് പറഞ്ഞിട്ടാണ്. എന്റെ പെങ്ങളായി പോയി എന്നത് ഒരു തെറ്റായിട്ട് മാറാൻ പാടില്ല. ഞാൻ പറഞ്ഞു പരാതി കൊടുക്കണ്ട, മാധ്യമങ്ങളിലൂടെ വന്നാൽ ഈ കുട്ടിയും അവരും ഒക്കെ പ്രചരണത്തിലേക്ക് പോകും, അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് പരാതി കൊടുക്കാതിരുന്നത്. അങ്ങനെ പരാതി കൊടുക്കാതെ ഞാൻ വിളിച്ചിട്ട് മോശമായിട്ട് പെരുമാറുന്നു. 2 വാക്ക് കുറച്ച് മോശമായിട്ട് പെരുമാറി. അത് പെരുമാറാനും വർത്താനം പറയാനുള്ള കാരണം ഇത്രയും വർഷമായിട്ട് ഒരു പോരാളിയെ പോലെ ആ കുഞ്ഞിന്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിലും കൂടെ നിന്നുകൊണ്ട് മെഡിക്കൽ സയൻസ് അന്ന് പറഞ്ഞ കാര്യങ്ങളെ തിരുത്തിക്കൊണ്ട് ഇന്നും പോരാട്ടം നടത്തുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. ഇതുപോലെ മറ്റു പലരോടും മോശമായിട്ട് പെരുമാറിയതുകൊണ്ട് അന്ന് യാദൃശ്ചികമായിട്ട് അങ്ങനെ വന്നപ്പോ ഇവിടെ പറഞ്ഞേ ഉള്ളൂ. ആ കാര്യത്തിൽ നിങ്ങൾ ആരും വിഷമിക്കണ്ട. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചു. പഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദറിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് വിജേഷ് കുട്ടൻ മാലിന്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനം നടത്തി. ഞാങ്ങാട്രി ഭഗവതി ക്ഷേത്രത്തിൽ നിറമാലയോടനുബന്ധിച്ച എഴുന്നള്ളിപ്പ് നടന്നു. മനിശ്ശേരി കൊച്ചയ്യപ്പൻ എന്ന ഗജവീരന്റെയും മേളത്തോടുകൂടിയാണ് എഴുന്നള്ളിപ്പ് നടത്തിയത്. തൃത്താല ശ്രീനി നേതൃത്വം നൽകി. വൈകുന്നേരം ദീപാരാധന, നാദസ്വരം എന്നിവയും ശേഷം കലാമണ്ഡലം രാമൻകുട്ടി നായർ അനുസ്മരണ യോഗവും ഉണ്ടായി. ശ്രീചിത്രൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം നിർവഹിച്ചു. രാത്രി 7 മണിക്ക് ചെറുതാഴം വിഷ്ണുരാജ്, കല്ലേക്കുളങ്ങര ആദർശ് എന്നിവരുടെ ഡബിൾ തായമ്പകയും 9:30 മുതൽ പുലർച്ചെ വരെ കല്യാണ സൗഗന്ധികം, നരകാസുരവധം, ദക്ഷയാഗം എന്നീ കഥകളിയും ഉണ്ടായി. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. തൃത്താല ആനക്കരയിൽ കുറുവാ സംഘത്തിൽ ഉൾപ്പെട്ടവരെന്ന് സംശയിക്കുന്ന തമിഴ്നാട്ടുകാരായ 2 മോഷ്ടാക്കൾ പിടിയിൽ. ഒരാളെ മോഷണത്തിനിടയിലും മറ്റൊരാളെ രക്ഷപ്പെട്ട് ഓടുന്നതിനിടയിൽ കിണറ്റിൽ വീണ നിലയിലുമാണ് പിടികൂടിയത്. ചൊവ്വാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് കുറുവാ സംഘത്തിൽ ഉൾപ്പെട്ടവരെന്ന് കരുതുന്ന 2 മോഷ്ടാക്കൾ തൃത്താല പോലീസിന്റെ പിടിയിലായത്. തമിഴ്നാട് തേനി ജില്ലക്കാരായ ആണ്ടിപ്പെട്ടി തുമ്മക്കൊള്ളി സ്വദേശി കരുണാനിധി എന്ന രാജ, രാമനാഥപുരം കിടത്തിരിക്കെ സ്വദേശി ജയരാമൻ എന്നിവരാണ് പിടിയിലാവുന്നത്.
ഭീകരമോഷ്ടാക്കളായ കുറുവ സംഘത്തിൽ ഉൾപ്പെട്ടവരാണ് ഇരുവരുമെന്നാണ് പ്രാഥമിക നിഗമനം. ഇതിൽ കരുണാനിധിയുടെ പേരിൽ മാത്രം 20-ലധികം മോഷണക്കേസുകളുണ്ട്. ചൊവ്വാഴ്ച പുലർച്ചെ ആനക്കര സ്കൂളിനു സമീപം ആളില്ലാതെ അടഞ്ഞുകിടക്കുകയായിരുന്ന ബാലകൃഷ്ണന്റെ വീട്ടിലായിരുന്നു ആദ്യ മോഷണം. മറ്റു ദിവസങ്ങളാണ് ഇവിടെ ഉണ്ടാവാറുള്ളത്. ഈ വീക്കെൻഡ് ഞാൻ ചൊവ്വാഴ്ച കാലത്താണ് വന്നത്. തിങ്കളാഴ്ച മുടക്കും, പെരുന്നാളിന് മുടക്കാനും ചൊവ്വാഴ്ച കാലത്ത് ഇന്ന് കാലത്താണ് ഇവിടെ എത്തിയത്. ഈ വന്നപ്പോഴാണ് വീടിൻ്റെ പ്രകോശം തുറന്നു കിടക്കുന്നത് കണ്ട് നോക്കിയപ്പോൾ അലമാറകളും എല്ലാം തുറന്നു കിടക്കുന്നുണ്ട്. വസ്ത്രങ്ങളെല്ലാം പുറത്ത് വലിച്ചു വാരിയിട്ടുണ്ട്. ഞാൻ അലമാറയിൽ സൂക്ഷിച്ചിരുന്ന ഒരു 200 രൂപയുടെ കോയിൻ അവിടെ നിന്ന് പോയി കണ്ടു. പിന്നെ കൂടാതെ ചെറിയൊരു നടരാജ് വിഗ്രഹം ഉണ്ടായിരുന്നു, അതും കാണാണ്ടേയിട്ടുണ്ട്. ഇതാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഉടനെ തൃത്താല പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. വീടിന്റെ പുറകുവശത്തെ വാതിൽ തകർത്ത് അകത്തുകടന്ന മോഷ്ടാക്കൾ ഇവിടെ നിന്നും 9,000 രൂപ വില വരുന്ന നടരാജ വിഗ്രഹവും നാണയങ്ങളും കവർന്നു. തുടർന്ന് സമീപത്തെ രാമചന്ദ്രന്റെ വീട്ടിലെത്തിയ മോഷ്ടാക്കൾ വീടിന്റെ മുൻവശത്തെ വാതിൽ തകർത്ത് അലമാരയും മറ്റും തകർക്കുന്നതിനിടെ തൃത്താല പോലീസിന്റെ പട്രോളിംഗ് സംഘം ഇവിടെ എത്തുകയായിരുന്നു. മോഷണശ്രമം സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസ് ഉടൻ തന്നെ നടത്തിയ പരിശോധനയിലാണ് ജയരാമൻ പിടിയിലാവുന്നത്. ഇതിനിടെ പോലീസിനെ കണ്ട് രക്ഷപ്പെട്ടോടുന്നതിനിടെ കരുണാനിധി സമീപത്തെ വടക്കത്തുപടി ഹരിഗോപിയുടെ വീട്ടിലെ കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. കിണറിൽ നിറയെ വെള്ളമുണ്ടായിരുന്നതിനാൽ കരുണാനിധി പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. തുടർന്ന് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയാണ് ഇയാളെ കരയ്ക്കു കയറ്റുന്നത്. പിടിയിലായ മോഷ്ടാക്കളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇവരുടെ സംഘത്തിൽപ്പെട്ട കൂടുതൽ പേർ മേഖലയിൽ എത്തിയിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. പിടികൂടിയ 2 മോഷ്ടാക്കളുമായി ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെ ആനക്കരയിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. പകൽ ബസിൽ സഞ്ചരിക്കുമ്പോൾ ആളില്ലാത്ത വീട് ശ്രദ്ധയിൽപ്പെട്ടു. രാത്രി കതക് കുത്തി തുറന്ന് അകത്ത് കയറി. തെളിവെടുപ്പിനിടെ മോഷണ വിവരം വിശദീകരിച്ച കുപ്രസിദ്ധ മോഷ്ടാവ് കരുണാനിധി. ഇവർ മോഷ്ടിച്ച നടരാജ വിഗ്രഹം വീടിന് സമീപത്തെ തെങ്ങിൻ ചുവട്ടിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. തൃത്താല ആനക്കരയിൽ നിന്നും കഴിഞ്ഞ ദിവസം പിടിയിലായ മോഷ്ടാക്കളുമായി തൃത്താല പോലീസ് തെളിവെടുപ്പ് നടത്തി. മോഷണം നടത്തിയ രീതിയും തങ്ങളുടെ ശൈലിയുമെല്ലാം മോഷ്ടാക്കൾ പോലീസിനോട് വിശദീകരിച്ചു. തൃത്താല ആനക്കര സ്കൂളിന് മുന്നിൽ നിന്നും ചൊവ്വാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് 2 മോഷ്ടാക്കൾ തൃത്താല പോലീസിന്റെ പിടിയിലാകുന്നത്. തമിഴ്നാട് തേനി ജില്ലക്കാരായ ആണ്ടിപ്പെട്ടി തുമ്മക്കൊള്ളി സ്വദേശി കരുണാനിധി എന്ന രാജ, രാമനാഥപുരം കിടത്തിരികെ സ്വദേശി ജയരാമൻ എന്നിവരാണ് പിടിയിലാകുന്നത്. ഇതിൽ കരുണാനിധിയുടെ പേരിൽ മാത്രം 20-ലധികം മോഷണ കേസുകളുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘം ഇവർക്കൊപ്പം എത്തിയിട്ടുണ്ടെന്ന സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. കുറുവ സംഘവുമായി ഇവർക്കുള്ള ബന്ധവും അന്വേഷിച്ചു വരികയാണ്. ഇവർ മോഷ്ടിച്ചെടുത്ത നടരാജ വിഗ്രഹം വീടിന് സമീപത്തെ തെങ്ങിൻ ചുവട്ടിലെ പൊന്തക്കാടിനുള്ളിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. രക്ഷപ്പെട്ടു ഓടുന്നതിനിടയിൽ ഇവർ വിഗ്രഹം ഇവിടെ ഉപേക്ഷിക്കുകയായിരുന്നു. കിണറിന് സമീപത്തായി ചിതറിക്കിടന്ന നിലയിൽ നാണയങ്ങളും പോലീസ് കണ്ടെത്തി. கம்பியா சரி சரி அது எங்க இருந்து கிடைச்சது? அது இந்த அவள மோட்டர் இல்ல சார். பிரிட்ஜில் குழம்பு சாமி பொருள்கள் இருந்துச்சு, அதுக்குள்ள அங்கே எதுவுமே பார்க்கல. சரி அது இல்லை சார். சரி எதுவுமே இல்லை, எடுக்கல. അതിനുള്ളിൽ ഒന്നും എടുത്തില്ല? எதுவுமே எடுக்கல சார். உள்ள பார்த்து சரி உள்ள பார்த்து சார் எதுவுமே இல்லை. சரி அது லாக் பண்ணி இருந்தா அது அப்படியே ஓப்பன் ஆயிருந்தா? இல்லை ஓப்பன் ஆகிருக்கு. இந்த சார்ஜ் போடுமே ஓப்பன் ஆயிடுச்சு. சாவி ஆல்ரெடி இதில் இருந்துருச்சு. சரி அதுக்கப்புறம் உள்ள எடுத்து உள்ள சர்ச் பண்ணி பார்க்கும்போது இவ்வளோ ஒரு டப்பாவில் சில்லறை காசு மட்டும் இருக்குது. ഇതോടെ നിളയോർ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.